നമസ്കാരം. കേരളത്തിൽ പുതിയ വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളുടെ നമ്പർ വിതരണത്തിൽ ഉയർന്നുകേട്ട കൗതുകകരമായ ചർച്ചകൾക്ക് ഒടുവിൽ ശുഭവരി അവസാനം. ഭാഗ്യമില്ലാത്ത നമ്പറായി കണ്ട് മറ്റു മന്ത്രിമാരെല്ലാം ഏറ്റെടുക്കാൻ മടിച്ചു മാറ്റി നിർത്തിയിരുന്ന 13-ാം നമ്പർ ഔദ്യോഗിക കാർ പുതിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ചോദിച്ചു വാങ്ങി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 13-ാം നമ്പർ കാർ ആരും സ്വീകരിക്കാത്തത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അനാഥമായി ഗ്യാരേജിൽ കിടന്ന 13-ാം നമ്പർ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസ കഥകൾക്ക് വിരാമമിട്ടുകൊണ്ട് ലീഗ് പ്രതിനിധിയായ കെ.എം. ഷാജി രംഗത്തെത്തിയത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞയുടൻ തന്നെ ടൂറിസം വകുപ്പ് സാധാരണയായി നൽകാറുള്ളത് പോലെ 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ സജ്ജമാക്കി നിർത്തിയിരുന്നെങ്കിലും പുതിയ മന്ത്രിമാരിൽ ആരും തന്നെ ഈ വാഹനം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. പൊതുവെ 13 എന്ന അക്കത്തെ അപശകുനമായും ഭാഗ്യദോഷമായിട്ടുമാണ് പലരും കണക്കാക്കുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് 13-ാം നമ്പർ വാഹനം ഉപയോഗിച്ച പലരും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയോ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന രാഷ്ട്രീയ ഗോസിപ്പുകളാണ് മന്ത്രിമാരെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിപ്പിച്ചത്. ഇതേ തുടർന്ന് കെ.എം. ഷാജിക്ക് സത്യപ്രതിജ്ഞാ സമയത്ത് ആദ്യം അനുവദിച്ചിരുന്നത് 9-ാം നമ്പർ വാഹനമായിരുന്നു. ഈ കാറിലാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തിയത്. എന്നാൽ തനിക്ക് 9-ാം നമ്പർ കാർ വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചെന്നിത്തലയുടെ താല്പര്യം മാനിച്ചുകൊണ്ട് കെ.എം. ഷാജി തന്റെ 9-ാം നമ്പർ കാർ അദ്ദേഹത്തിന് സന്തോഷത്തോടെ വിട്ടു നൽകുകയും പകരം ആരും തൊടാത്ത 13-ാം നമ്പർ കാർ തനിക്ക് മതിയെന്ന് വ്യക്തമാക്കി അത് അദ്ദേഹം ചോദിച്ചു വാങ്ങുകയുമായിരുന്നു. മുൻപ് അധികാരത്തിലിരുന്ന UDF സർക്കാരുകളുടെ കാലത്തെല്ലാം 13-ാം നമ്പർ സ്റ്റേറ്റ് കാറിന് അവകാശികൾ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പൊതുവായ കീഴ്വഴക്കം. മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തും ഈ നമ്പർ ആരും വാങ്ങാതെ ടൂറിസം വകുപ്പിന്റെ ഗ്യാരേജിൽ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2 തവണയും ഇടതുപക്ഷ മന്ത്രിമാർ 13-ാം നമ്പർ കാർ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങി യാത്ര ചെയ്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ കൃത്യമായ സന്ദേശം നൽകിയിരുന്നു. 2ാം പിണറായി വിജയൻ സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന CPI നേതാവ് P. പ്രസാദായിരുന്നു ഏറ്റവും ഒടുവിൽ 13-ാം നമ്പർ കാറിൽ ഔദ്യോഗികമായി സഞ്ചരിച്ചത്. അതിനു മുൻപത്തെ 1ാം പിണറായി സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ T.M. തോമസ് ഐസക്കും 13 എന്ന അക്കത്തോടുള്ള ഭയം മാറ്റാൻ ഈ നമ്പർ ചോദിച്ചു വാങ്ങിയിരുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് 2006-ലെ V.S. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന M.A. ബേബിയാണ് ആദ്യമായി 13-ാം നമ്പർ വാഹനത്തിൽ ബോർഡ് വെച്ച് കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന് തുടക്കമിട്ടത്. മുൻഗാമികളായ ഈ ഇടത് മന്ത്രിമാരുടെ അതേ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഭരണപരമായ പുതിയ തുടക്കത്തിന് അന്ധവിശ്വാസങ്ങൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് തൻ്റെ തീരുമാനത്തിലൂടെ പുതിയ തദ്ദേശ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. വാഹന നമ്പറിലെ ഈ 13-ാം ഭീതി പോലെ തന്നെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിൽ ഒന്നായ മൻമോഹൻ ബംഗ്ലാവ് സംബന്ധിച്ചും സമാനമായ ചില അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്ന മന്ത്രിമാർ കാലാവധി പൂർത്തിയാക്കില്ല എന്ന ഭയം കാരണം പലരും ഈ വസതി സ്വീകരിക്കാൻ വിമുഖത കാണിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം പ്രചാരണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ മന്ത്രിമാരിൽ ഒരാളായ OJ ജനീഷ് മൻമോഹൻ ബംഗ്ലാവ് ഔദ്യോഗിക വസതിയായി ചോദിച്ചു വാങ്ങിയായിരുന്നു. എന്തായാലും UDF മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാർ അന്ധവിശ്വാസങ്ങളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കും അഭിനന്ദനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്.